10 രൂപയ്ക്ക് കുട്ടികളുടെ പാർക്കിലൊന്ന് പോയാലോ? അതെ, മുതിർന്നവർക്ക് 30 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് പറഞ്ഞു വരുന്നതേ വയനാട് ജില്ലയിലെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഡാമിനെ കുറിച്ചാണ്. അതെ, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡാമാണ് കേട്ടോ, കാരാപ്പുഴ ഡാം. ഈ കാരാപ്പുഴ വരുന്നത് കാക്കവയലിലാണ്. കാക്കവയലിന് നമ്മൾക്ക് കാരാപ്പുഴയിലേക്ക് തിരിഞ്ഞ് പോകണം. ഇത് വന്നിട്ടുള്ളത് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള മുതിർന്നവരുടെയുമാണ് കേട്ടോ. ഗവൺമെൻറ് ടൂറിസം ആയത് കാരണം തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയപ്പം അവിടെ വയനാട് ജില്ലയിൽ ഒരാഴ്ചയായിട്ട് മഴ ആയത് കാരണം ഇന്നായിരുന്നു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാരൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൾക്കാരോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്നവർക്ക് പോക്കറ്റ് കാലിയാവാണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ടിക്കറ്റ്സ് എടുക്കാവുന്നതാണ്. അതിലെല്ലാ ആക്ടിവിറ്റീസിലും കയറുവാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ പാക്കേജസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പാക്കേജസ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡൽഹിയിലൊക്കെ പോകുമ്പോഴേ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒത്തിരി പോകും കേട്ടോ. പക്ഷേ എനിക്കിവിടെ പോയപ്പോൾ അതിശയമായിരുന്നേ, പോക്കറ്റ് കാലി ആവാണ്ട് തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്നതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ലവേഴ്സിനാണെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് കയറി പോവുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അവിടുത്തെ ഉള്ള ആ പ്രകൃതി രമണീയമായിട്ടുള്ള പുല്ലും പച്ചപ്പും അതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, ഓവറ്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് പോകാൻ വേണ്ടി, ആക്ടിവിറ്റീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരേക്ക് നമുക്ക് നടന്നു പോകണം. ഇതെല്ലാം നടക്കുമ്പോഴേ നമ്മൾക്ക് നമ്മുടെ ചുറ്റും അത് ആന വരുന്നുണ്ട്. അതേപോലെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് കേട്ടോ. റിലാക്സ് ആയിട്ട് പോവാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾക്ക് വയനാട് ജില്ലയിൽ ഡയറക്റ്റായിട്ട് വന്നിട്ട് കൽപ്പറ്റയിൽ നിന്ന് കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞിട്ടുള്ള ഒരു റൂട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമാണ്. അപ്പം ഞങ്ങൾ പോയപ്പോൾ മഴ ആയത് കാരണമായിരിക്കാം ഡാം തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വെള്ളം ഒന്നും കാണാൻ പറ്റിയില്ല, എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലേ പോയപ്പോൾ ചെടികളൊക്കെയാണ് ഫസ്റ്റ്, നല്ല കളർഫുള്ളായിട്ടുള്ള ചെടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റീസിലേക്കാണ് ഇപ്പം നടന്നു പോകുന്നത്. ഇവിടെ ഒത്തിരി ഇരിക്കാനും റിലാക്സേഷനും ഒക്കെ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. ഇത് ഫാമിലി ആയിട്ടും വരാവുന്നതാണ്, സ്കൂൾസിൽ നിന്നും വരാവുന്നതാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര ഏക്കർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഒത്തിരി തവണ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവർ ഓരോന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് പോകുന്നത് ഫ്ലൈയിങ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷേ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ആക്ച്വലി ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് സൂപ്പറാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് കയറണം. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മളുടെ വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ നമുക്ക്. അപ്പം ഞങ്ങളത് ഒരു പാക്കേജായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അത്ഭുത ദ്വീപ് അതേപോലെ തന്നെ ഒരു വെറൈറ്റീസാണ്. ഞാനിതുവരെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് കഴിയുമ്പോഴും കുറച്ച് ലോങ് ആയിട്ടാണ് അടുത്ത ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലെ ഒന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ആസ്വദിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ കുറേ എന്താ പറയുക, ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതേപോലെ ഫ്ലവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒത്തിരി ചെടികൾ,
അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു വയനാട്ടുകാരി ആയത് കാരണം തന്നെ ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോയിട്ടില്ല. കാരണം നമ്മളിതൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ ഞാൻ വന്നു അടുത്ത സെക്ഷനിലേക്ക് കയറുമ്പോൾ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ദൂരത്തേക്കൊന്ന് നോക്കിയപ്പോൾ കണ്ടോ ഒത്തിരി പേര് അതിലൊക്കെ കയറുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആ കാണുന്നതിലൊക്കെ നമ്മൾക്ക് ക്യാഷൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അതിൽ ഊർന്ന് കളിക്കാനുള്ള സ്പേസും പിന്നെ തൊട്ട ബാക്കിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാരാപ്പുഴ ഡാം കംപ്ലീറ്റ് കാണാൻ പറ്റുന്നൊരു രീതിയിലാണ്. അതേപോലെ ഈ റൗണ്ട് വരുന്നില്ലേ, അത് ആക്ച്വലി നമ്മൾ വണ്ടർലയിലൊക്കെ പോകുമ്പം ഒത്തിരി സ്പീഡിലാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഞാൻ ചോദിച്ചു എന്താ അത്ര സ്പീഡ് കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടുത്തെ ഏരിയ കാണാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അതേതായാലും നല്ലൊരു കാര്യമാണ്. റൗണ്ട് ചുറ്റിയാലും നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പോയത് ഇവിടേക്കാണ്. അതൊരു നല്ല അടിപൊളി ഒരു ഇതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുഡില്ല, അതും എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ തൊട്ട് താഴെ തന്നെ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ പോയി ഫുഡ് കഴിച്ച് വന്നിട്ടുള്ളത്. വീണ്ടും നമ്മൾ ആയിട്ട് എൻട്രി ചെയ്തു. പിന്നെ കുട്ടികൾ അവിടെ നല്ല എൻജോയ്മെൻ്റാണ് കേട്ടോ. ഫുഡ് ഏരിയാസ് ഇല്ലാത്തത് കാരണം തന്നെ നമ്മൾ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് തിരിച്ച് നമ്മൾ കയറിയപ്പോൾ പിന്നെ ഇഷ്യൂസൊന്നുമില്ല. ആ ഒരു നെഗറ്റീവ് എനിക്ക് ഈ പാർക്കിൽ ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിലുണ്ട്. പക്ഷേ നമുക്ക് ഉച്ചത്തെ ലഞ്ചായിട്ട് ഇവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് പുറത്ത് പോയി കഴിക്കണം. പിന്നെ ഇവിടെ കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെയാണ്. അധികം ക്യാഷ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസിൽ ക്യാഷ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കയറാൻ തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ കുറേ നല്ല ഏജുള്ളവരും അവിടെ കയറുന്നത് കണ്ടു. പിന്നെ എനിക്ക് ഇവിടുത്തെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ചെടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അതേപോലെ തന്നെ ഇത് ഇന്ന് ഓപ്പൺ ആയത് കാരണം ഒരു 2-3 റൈഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം അവർ പറഞ്ഞു മഴയായത് കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്, ഇന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ആ സെക്ഷനൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒത്തിരി നടക്കാനുള്ള ഏരിയാസ് ഉണ്ട്, ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നും അധികം ക്യാഷ് പോകത്തില്ല, നമ്മൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ഈ 2 പേര് അവിടെ കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇത് നമ്മൾക്ക് അവിടെ നിന്ന് എനിക്കൊന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്ലിപ്പ് ലൈൻ ഉള്ളത് വയനാട്ടിലെ കാരാപ്പുഴയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പം ഒരാൾ അവിടെ കുടുങ്ങി. പിന്നെ അവരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റെഡിയൊക്കെ ആയി പോയി കേട്ടോ. ഒരാൾ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു കണക്ട് ചെയ്യുന്ന എന്തോ ഒരു മിഷ്യൻ വന്നിട്ട് കണക്ട് ചെയ്തിട്ട് പോയി. ഒരാൾ അവിടെ കുടുങ്ങിക്കിടന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ വേറെ ഒരാൾ വന്ന് അയാളെ എടുത്തുകൊണ്ടല്ല വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ ശ്വാസം വരെ മേലേക്ക് പോയ ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മനസ്സിന് കട്ടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു നിമിഷം എന്തും സംഭവിക്കാം. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഊഞ്ഞാലാട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ. അവർ കയറി പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ടവറിൻ്റെ അത്ര ഹൈറ്റ് പോയിട്ടുണ്ട്. എനിക്കത് കാണുമ്പോൾ തന്നെ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻഡിങ് പോയിട്ട് ടക്കെന്ന് പറഞ്ഞൊരു ഒച്ച വരുമ്പോഴത്തേനും അവർ ഊഞ്ഞാല ആടും കേട്ടോ. അപ്പോൾ ഇത് പേടിപ്പിക്കാനാണോ അതോ ഇങ്ങനെയുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവരും അലറി, കൂടെ ഞാനും ഒന്ന് അലറി. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവരെയും കാട്ടി പേടി എനിക്കാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെയൊന്നും കയറലില്ല. പണ്ടൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു കയറാൻ. ഇപ്പം എന്താ അറിയില്ല, ഭയമാണോ എന്താണെന്നറിയില്ല. ഇപ്പം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ആദ്യമൊന്നും എനിക്ക് ഹൈറ്റ് പേടി ഉണ്ടായിരുന്നില്ലായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പോകുമ്പോൾ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. കറങ്ങുന്നതിലാണെങ്കിലും ഇപ്പം എല്ലാത്തിലും ചാടി കയറുമായിരുന്നു. ഇപ്പം എനിക്കറിയത്തില്ല
ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൂടെയുള്ളവരെ തപ്പി നടക്കുവാണ്. അപ്പോൾ അവർ പോയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുക, അച്ഛനും മക്കളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കാണുന്നില്ല. അപ്പോൾ അവരെ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പച്ചയും മഞ്ഞയും അതേപോലെ തന്നെ കാപ്പിക്കളറൊക്കെ ആയിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടെ പോയി ഒന്ന് വെയിറ്റ് ചെയ്തു. കാരണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മഴയില്ലാത്തപ്പോൾ ഭയങ്കര ചൂട്. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് ഒരു ക്യാമറാസിൽ അവർ ഊഞ്ഞാലാടുന്നതും ഇതും കൂടെ കിട്ടുമെന്ന് നോക്കിട്ടോ. അപ്പോൾ കിട്ടിയിട്ടോ, നല്ല രസമായിരുന്നേ. അതിലിരിക്കുന്ന കുട്ടികൾ ആരും കരയുന്നില്ല, പക്ഷേ വലിയവരൊക്കെ ആർക്കുന്നുണ്ട് കേട്ടോ. ഈ ഊഞ്ഞാലേൻ്റെയും ആണ് ഭയങ്കര വിറ്റുള്ളത്. കാരണം എന്ന് വെച്ചാൽ ബെറ്റടിച്ചിട്ടൊക്കെയാണ് ചിലവർ അതിൽ കയറുന്നത് കേട്ടോ. അപ്പം ഭയങ്കര ഇതാണ്. അപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ ഇത് കിട്ടി. എനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമുണ്ട്. പക്ഷെ അവർ അവിടെ കിടന്ന് അല്ലറുവാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് പേടിയാവും. ഫസ്റ്റത്തെ മാത്രമാണ് പേടിയാവുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇതിൽ ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. ഇപ്പം വയനാട് ജില്ലയിൽ വരുന്നവരാണെങ്കിൽ, ടൂറിസത്തിൻ്റെ ആവശ്യത്തിന് വരുന്നവരാണെങ്കിൽ മിസ്സ് ചെയ്യാൻ പാടില്ല ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ഫാമിലീൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കും നമ്മൾ ഓരോ പ്ലേസിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പ്ലേസ് റിലാക്സേഷൻ പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വയനാട്ടിലല്ല, പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഡാം. പണ്ട് ഞാൻ പോയപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ വെള്ളം കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ഡാമിൻ്റെ ഉള്ളിലേക്ക് പെർമിഷനില്ല, അവിടെ എന്തോ പണികളൊക്കെ നടക്കുകയാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി റിസോർട്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഏരിയാസിലൊക്കെ ഒത്തിരി റിസോർട്ടുകളുണ്ട്. അപ്പം അവർക്ക് നല്ല ഇതായിരിക്കും, വ്യൂ ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ വരുന്നവർക്ക് എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറവാണ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള പ്ലേസാണ്. അതായത് നമ്മൾ ആ റോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുറച്ചും കൂടെ ലോങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് എന്താ പറയുക, നല്ലൊരു വ്യൂ ആയിട്ടുള്ള ഏരിയസിലേക്കാണ് ഇത് പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴെയുള്ള റോട്ടിൽ കൂടെ ഒരു റൗണ്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് റൗണ്ട് ചുറ്റി അപ്പോൾ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും മണ്ടന്മാരായിട്ട് ഇങ്ങനെ ചുറ്റുന്നതെന്ന്. അപ്പം അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒരു റൗണ്ട് ചുറ്റുന്നുണ്ട്. നല്ല പ്ലേസാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു